നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ആറാട്ടുപുഴ പൂരത്തിന്റെ ആവേശം ഉയരാൻ ആറാട്ടുപുഴയിൽ തേവർ പന്തലുകളുടെ നിർമ്മാണം തുടങ്ങി. പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർക്ക് നിലകൊള്ളാൻ കൈതവളപ്പിന് സമീപവും തേവരെ സ്വീകരിക്കാൻ ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപ്പുരയ്ക്ക് സമീപവുമാണ് പന്തലുകൾ ഒരുക്കുന്നത്. ടി.എൻ. പ്രതാപൻ എം.പി. നയിക്കുന്ന സ്നേഹ സന്ദേശയാത്ര ചേർപ്പ് ബ്ലോക്കിൽ പര്യടനം നടത്തി. കെ.പി.സി.സി. രാഷ്ട്രീയ കാര്യസമിതി അംഗം എ.പി. അനിൽകുമാർ ജാഥ നായകന് ദേശീയ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. നാരായണാശ്രമ തപോവനത്തിലെ സ്വാമിജി മാ ഗുരുപ്രിയ പൊങ്കാല മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടികയറി. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ പൂരത്തിന്റെ ആവേശം ഉയരാൻ ആറാട്ടുപുഴയിൽ തേവർ പന്തലുകളുടെ നിർമ്മാണം തുടങ്ങി. പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർക്ക് നിലകൊള്ളാൻ കൈതവളപ്പിന് സമീപവും തേവരെ സ്വീകരിക്കാൻ ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപ്പുരയ്ക്ക് സമീപവുമാണ് പന്തലുകൾ ഒരുക്കുന്നത്. ടി.എൻ. പ്രതാപൻ എം.പി. നയിക്കുന്ന സ്നേഹ സന്ദേശയാത്ര ചേർപ്പ് ബ്ലോക്കിൽ പര്യടനം നടത്തി. കെ.പി.സി.സി. രാഷ്ട്രീയ കാര്യസമിതി അംഗം എ.പി. അനിൽകുമാർ ജാഥ നായകന് ദേശീയ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, അനിലക്കര, CC ശ്രീകുമാർ, KV ശശികുമാർ, KK കൊച്ചുമുഹമ്മദ്, NK അബ്ദുൽ സലാം, CO ജേക്കബ്, PK പൊറിഞ്ചു, KV ദാസൻ, അനിൽ പുളിക്കൻ, നൌഷാദ് ആറുപുറമ്പത്ത്, CM നൌഷാദ്, വിജയൻ നാട്ടിക, സുനിൽ ലാലൂർ, അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, ഡോക്ടർ സോയ ജോസഫ്, ഷൈജു സായിറാം, KS ചന്ദ്രൻ, പ്രിയൻ അമിണിശ്ശേരി, ചന്ദ്രൻ അന്തിക്കാട്, PI ഷൗക്കത്തലി, രാജീവ് എന്നിവർ സംസാരിച്ചു. ചാഴൂർ റോഡ്, പഴുവിൽ, പടിഞ്ഞാട്ടുമുറി, ചേർപ്പ്, പെരുമ്പിളിശ്ശേരി, ചൊവ്വൂർ, പാലക്കൽ, വെങ്ങിണിശ്ശേരി എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച സ്നേഹ സന്ദേശയാത്ര കോടന്നൂരിൽ സമാപിച്ചു. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. നാരായണാശ്രമ തപോവനത്തിലെ സ്വാമിജി മാ ഗുരുപ്രിയ പൊങ്കാല മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. അതുകൂടി തരുമ്പോൾ ദേവിയെ കണ്ടിട്ട് എൻ്റെ മനസ്സിൽ ഒരു എന്താ പറയുക, എൻ്റെ ഒരു സ്വന്തം അമ്മ പോലെ തോന്നി. എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും, ഈ ഞങ്ങൾ അമ്പലത്തിൽ വന്നിട്ട് പൂജിക്കാറുണ്ട്, പക്ഷേ ശരിക്കും എല്ലാ സമയത്തെ ദേവിയെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കണം. അമ്മ മാതിരി ഞങ്ങൾ എൻ്റെ അമ്മ, അച്ഛൻ, പിന്നെ നമ്മുടെ കുട്ടികളെ എങ്ങനെ സൂക്ഷിക്കുന്നു, ആ നമ്മുടെ കുടുംബത്തിനെ പറ്റി ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു, എപ്പോഴും ആലോചിക്കുന്നു. അതേപോലത്തെ ഭഗവാനെ എപ്പോഴും ആലോചിക്കണം, മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം. ചെറുവത്തരി കീഴത്രക്കോവിൽ ഭജൻസിന്റെ നാമഘോഷത്തോടെയായിരുന്നു പൊങ്കാല തുടക്കം. യാഗഭൂമിയായി മാറിയ പാണ്ഡവഗിരിയുടെ നെറുകയിലേക്ക് രാവിലെ മുതൽ ഭക്തരുടെ പ്രവാഹമായിരുന്നു. മാംഗല്യവരദായിയും അഭിഷ്ടവരദായിനിയുമായ പാണ്ഡവഗിരി ദേവിക്ക് ഭക്തർ വ്രതാനുഷ്ഠാത്തോടെ കാപ്പ കെട്ടി സർവ്വ ദുരിതങ്ങളും അകറ്റണമേ എന്ന പ്രാർത്ഥനയോടെ പൊങ്കാല മഹോത്സവത്തിൽ 1200ഓളം ഭക്തർ പങ്കെടുത്തു. പ്രസിഡന്റ് E. ശ്രീകുമാർ, സെക്രട്ടറി K. ശ്രീവത്സൻ എന്നിവർ നേതൃത്വം നൽകി. മഹാദീപാരാധനയും അമൃതഭോജനവും നടന്നിരുന്നു. ദേശീയ പൾസ് പോളിയോ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി ചേർപ്പ് ബ്ലോക്ക് പരിധിയിലെ വിവിധ പഞ്ചായത്തുകളിൽ ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് തുള്ളിമരുന്ന് നൽകി.
വലച്ചിറ പഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ഉദ്ഘാടനം ചെയ്തു. 13 ബൂത്തുകളിലായി 1400ഓളം കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി. അവണിശ്ശേരി പഞ്ചായത്ത് തല ഉദ്ഘാടനം അവണിശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 13 ബൂത്തുകളിലായി 1200ഓളം കുരുന്നുകൾക്ക് തുള്ളിമരുന്ന് നൽകി. പാർലം പഞ്ചായത്ത് തല ഉദ്ഘാടനം പാർലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. പാർലം പഞ്ചായത്തിൽ 14 ബൂത്തുകളിൽ 1400ഓളം കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടികയറി. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. വെള്ളലത്ത് ദാമോദരൻ നമ്പൂതിരി, പ്രസിഡന്റ് രാജീവ് കണാറ, സെക്രട്ടറി ER ജയചന്ദ്രൻ, അരവിന്ദാക്ഷൻ കർത്താവ്, സന്തോഷ്, നാരായണൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വല്ലച്ചിറ പഞ്ചായത്തിൽ റോഡ് ഷോ നടന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ സെന്റർ, പിടിക്കപ്പറമ്പ്, ചാത്തുംകുടം, മോസ്കോ നഗർ, ചിറവക്ക്, ഊങ്ങുംചോട്, തൊഴിലാളി നഗർ, പകിരിപ്പാലം, ശ്രീകൃഷ്ണപുരം എന്നിവിടങ്ങളിൽ റോഡ് ഷോ നടന്നു. വല്ലച്ചിറ സെന്ററിലെ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പല്ലിശ്ശേരി സെന്ററിലെ ഓഫീസ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ്, P ചന്ദ്രൻ, KT ശങ്കരൻ, OS സുബീഷ്, VA വിജയൻ, TK ഗോപി, KS തങ്കപ്പൻ, NT സജീവൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 4 വിദ്യാലയങ്ങളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ചേർപ്പ് മഹാത്മാ മൈതാനത്ത് വെച്ച് നടന്ന പരേഡിൽ 176 സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ അണിനിരന്നു. തൃശൂർ റൂറൽ DYSPയും SPC DNOയുമായ മുരളീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. GVHSS ചേർപ്പ്, CNN ബോയ്സ് ഹൈസ്കൂൾ ചേർപ്പ്, CNN ഗേൾസ് ഹൈസ്കൂൾ ചേർപ്പ്, സെന്റ് ആന്റണീസ് HSS അമ്മാടം എന്നീ സ്കൂളിലെ സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു. അഞ്ചാമത്തെ പറ്റോൾ മുഖ്യാതിഥി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോകുന്നു. ADNO ജോയ് കോറത്ത്, CNN സ്കൂൾ മാനേജർ KG അച്യുതൻ മാസ്റ്റർ, CNN ബോയ്സ് ഹൈസ്കൂൾ HM AR പ്രവീൺകുമാർ, CNN ഗേൾസ് ഹൈസ്കൂൾ HM EP ഉണ്ണികൃഷ്ണൻ, സെന്റ് ആന്റണീസ് HSS അമ്മാടം HM C സ്റ്റെയിനി ചാക്കോ എന്നിവർ സംസാരിച്ചു. CPOമാരായ ശ്രീജിത്ത് വാര്യർ, K ദിലീപ് കുമാർ, സബിത, റോസ്മോൾ ജോർജ്, KR രഞ്ജിത്ത്, ജോൺ ആന്റണി എന്നിവർ പരേഡിന് നേതൃത്വം നൽകി. പെരുവനം ക്ഷേത്രത്തിന് പുത്തൻ ശോഭ പകർന്ന് ചെന്നൈയിൽ നിന്നുള്ള ശിവഭക്തർ. ക്ഷേത്രവും പരിസരവും വൃത്തിയാക്കിയ ശേഷം ക്ഷേത്രത്തിലെ വിളക്കുമാടവും ഓട്ടുവിളക്കുകളും ചെമ്പുപാത്രങ്ങളും അഴുക്കുകളഞ്ഞ് പുത്തൻ പോലെ തിളക്കത്തിൽ ഭംഗിയാക്കി. சிவாலயங்கள் சுத்தமாக கிளீன் முழுவதுமாக சுத்தம் செய்து உள்ள ஆலயங்களெல்லாம் க்ளீன் பண்ணுறது, விளக்கு தேய்க்கிறது, சுவாமி வஸ்திரம் இது பண்ணுறது, அதுபோல் ஆலயங்கள் மாதம் ஒரு நாள் நம்முடைய அமைப்பு மூலமாக மாதம் ஒரு நாள் க்ளீன் பண்ணுவோம். அந்த வகையில் இன்றைக்கி நம்ம கேரளாவினுடைய திருச்சூர் அருகில் உள்ள பெருவனம் இந்த சிவாலயத்தில் 150 சிவனடியார்கள் இந்த கோயிலில் சுத்தம் செய்துட்டுருக்குறாங்க. பின்னாடி நீங்கள் பார்ப்பீங்க, அதெல்லாம் அடியார்கள் செய்கிறாங்க. நம்மளுடைய மடம் திருப்பூர் மாவட்டம் கூனம்பட்டியில் கல்யாணபுரி ஆதீனங்கிற உட்பட்ட சிவனடியார்கள் நாம் எங்களுடைய குருவனுடைய வழிநடத்தல் மூலமாக மாதம் ஒரு சிவாலயம் தமிழ்நாடு முழுவதும் உள்ள சிவாலயங்கள் നടരാജ അരക്കട്ടലൈ എന്ന കൂട്ടായ്മയിലെ 150ഓളം തീർത്ഥാടകർ 2 ദിവസം സൗജന്യ സേവനം നടത്തിയ ശേഷം ഇന്ന് മടങ്ങി. ഇവർക്ക് ദേവസ്വം വക ഉപഹാരം നൽകി.
പ്രവർത്തനങ്ങൾക്ക് പെരുവനം ദേവസ്വം ഓഫീസർ PI രാജകുമാർ, M പ്രവീൺ, VN രാംകുമാർ, സുനിൽ AK, ദിവ്യ വേണുഗോപാൽ, R ശ്യാമള എന്നിവർ നേതൃത്വം നൽകി. ചേർപ്പ് പാറക്കോവിൽ അയോധ്യ പുരുഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ ശ്രുതി വിജിൽ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. സുധീഷേട്ടനെ ഇനി കുറച്ച് നാളത്തേക്ക് നമ്മുടെ കൂടെ സുധീഷേട്ടൻ ഉണ്ടാവില്ല. അത് സങ്കടം തന്നെയാണ്. എന്നാൽ പോലും ആള് നല്ലൊരു ജീവിതം തുടങ്ങാനായിട്ട്, നല്ല ഒരു ഭാവി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയ്ക്കാണ്. അപ്പോൾ അതിനായിട്ട് എല്ലാ ആശംസകളും സുധീഷേട്ടന് ഈ ഒരു വേദിയിൽ വെച്ചിട്ട് നേരുന്നു. സുധീഷേട്ടന്റെ അഭാവത്തിലും സുധീഷേട്ടന്റെ സാന്നിധ്യം പോലെ തന്നെ നമ്മൾ ഇവര് സംഘം പ്രസിഡന്റ് സുധീഷ് ചക്കാലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മിഥുൻ സുന്ദരൻ, വൈസ് പ്രസിഡന്റ് ദിനീഷ്, സംഘാംഗങ്ങൾ, കുടുംബാംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കുളിർമാരിയായി പെയ്തു അറിയാതെയും തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു. പ്രളയകാലത്ത് എങ്ങുനിന്നോ പെരിഞ്ചേരിയിൽ എത്തി ദുരിതാശ്വാസ പ്രവർത്തകരായ നാട്ടുകാർക്കൊപ്പം കൂടിയതാണ് ചിപ്രു എന്ന തെരുവുനായ. തെരുവുനായ്ക്കൾക്ക് എതിരെ ഒരു വിഭാഗം ആളുകൾ ഉന്നം വെക്കുമ്പോഴെല്ലാം അതൊന്നും വകവയ്ക്കാതെ നാട്ടുകാരെ ദുരന്തങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ശ്രദ്ധയിലാണ് സ്നേഹത്തിന്റെയും കാവലിന്റെയും മുഖചിത്രമായ ഈ മിണ്ടാപ്രാണി. പലതവണ ചിപ്രു നാട്ടുകാരെ രക്ഷപ്പെടുത്തി. നാട്ടുകാരെ തീയിൽ നിന്നും മൂർഖൻ പാമ്പുകളിൽ നിന്നുമാണ് ഈ തള്ളപ്പെട്ട് രക്ഷപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം പെരിഞ്ചേരി സ്കൂൾ മൈതാനത്ത് വലിയ മൂർഖമ്പാമ്പിനെ കണ്ടപ്പോൾ ചിപ്രു കുരച്ച് ശബ്ദമുണ്ടാക്കി അറിയിച്ചതിനാൽ രാത്രി ഷട്ടിൽ കളിക്കാൻ വന്ന കുട്ടികൾക്ക് രക്ഷയായി. രണ്ടു കൊല്ലം മുമ്പ് സ്കൂളിന്റെ അടുക്കളയിൽ രാത്രി പാചകവാതകം ചോർന്നതിന്റെ ദുർഗന്ധം വമിച്ചപ്പോൾ ചിപ്രു നിർത്താതെ കുരച്ച് നാട്ടുകാരെ അറിയിച്ചു. വാതകം പുറത്തേക്ക് തള്ളുന്നതിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടാണ് നായ ആ ഭാഗത്തെത്തി നിർത്താതെ കുരച്ചത്. അഗ്നിരക്ഷാസേന എത്തിയാണ് അന്ന് അപകടം ഒഴിവാക്കിയത്. നാളുകൾക്ക് മുമ്പ് 2 തവണ സ്കൂൾ പരിസരത്ത് കണ്ട മൂർഖനെ നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്തതും ഈ തെരുവിന്റെ മുത്താണ്. വന്യജീവി സംരക്ഷകർ എത്തിയാണ് പാമ്പിനെ കൊണ്ടുപോയത്. 200ഓളം കുട്ടികൾ പഠിക്കുന്ന പെരിഞ്ചേരി സ്കൂളിന്റെ പുരോഗമന കലാസമിതിയുടെയും പരിസരത്ത് താവളമാക്കിയ ഈ നായ ഇന്ന് നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും കണ്ണിലുണ്ണിയാണ്. ചിപ്രുവിന് 6 മാസം പ്രായമുള്ള 4 കുഞ്ഞുങ്ങൾക്കും സമീപത്തെ വീട്ടുകാർ പതിവായി ഭക്ഷണം നൽകുന്നു. തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായ സമയത്ത് ചിപ്രുവിന്റെ പേരിലും ചിലർ രോഷം കൊള്ളാറുണ്ട്. എന്നാൽ നാട്ടുകാരെ ഒരുപാട് സ്നേഹിക്കുന്ന ചിപ്രുവിനെ തിരിച്ചു സ്നേഹിക്കുന്നവർ അവന്റെ ജീവനും ഒരു കരുതലാണ്. നല്ല സ്നേഹവും ഇണക്കവും ഉള്ളതിനാൽ ഈ നായയുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഡിമാൻഡാണ്. തനിക്ക് കിട്ടിയ ബിസ്ക്കറ്റ് വായിൽ കടിച്ചു പിടിച്ച് തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുകൊടുക്കുന്ന കാഴ്ച ഹൃദയസ്പർശിയാണ്. 6 തവണ ചിപ്രു പ്രസവിച്ചു. ഈ നായയുടെ ഗുണം മനസ്സിലാക്കിയ ആളുകൾ അതിന്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ ദത്തെടുക്കാറുണ്ട്. നാട്ടിൽ തന്നെ പല വീടുകളിൽ ഇവയുടെ കുഞ്ഞുങ്ങളുണ്ട്. ചിപ്രുവിന്റെ അതേ സ്നേഹവും ജാഗ്രതയുമാണ് അവയുടെ കുഞ്ഞുങ്ങൾക്ക്. ചിപ്രുവിന്റെ 2 കുഞ്ഞുങ്ങൾ ഇന്ന് എന്റെ വീട്ടിലെ പ്രിയ ഓമനകളാണ്. നാട്ടുകാരനായ രാജൻ കോപ്പുള്ളി പറഞ്ഞു. ഇതിനെ ദത്തെടുത്തുകൊണ്ടാണ് പോലെയാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്. ഈ തവണത്തെ കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ 4 കുട്ടികളോടെ ഉള്ളത്. ബാക്കിയൊക്കെ എല്ലാവരും കൊണ്ടുപോലൊക്കെ ഉണ്ടായി. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഇളകുന്ന സംവിധാനം പട്ടികൾക്ക് നാട്ടിലുണ്ടായ സംഭവത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായി. അതിൽ ഇതിന്റെ കുട്ടികളെ ഇളകുന്ന ഭാഗമായിട്ട് കൊണ്ടുപോയി ഉണ്ടായപ്പോൾ ഇവിടെ 1-2 കുട്ടികളെയൊക്കെ കടിക്കുന്നു, 3-4 പിള്ളേരിനൊക്കെ വേറെ പണിക്ക് പോകുന്ന ആൾക്കാരിനൊക്കെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായി. അപ്പോൾ അതിനൊരു വലിയൊരു ദുരന്തം ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. എന്താ വെച്ചാൽ
ഈ പട്ടിക്ക് ഭക്ഷണം കൊടുക്കലും ഈ പട്ടിനെ സംരക്ഷിക്കലും ഇവിടെയുള്ള ചെറുപ്പക്കാരാണെന്ന രീതിയിലുള്ള ഒരു വർത്തമാനം നാട്ടിലുണ്ടായി. അതിനെതിരെ വലിയൊരു വിഷമവും സങ്കടം ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാർക്കും ഉണ്ടായി. ഇതിനെ നമുക്ക് തല്ലി കൊല്ലാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ രീതിയിൽ വിഷം കൊടുത്ത് കൊല്ലാനൊക്കെ ആൾക്കാർ പറയണത്. പക്ഷെ അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ വേദന ഉണ്ടായി. ഞാൻ പറഞ്ഞത് മനുഷ്യസ്നേഹികളായ ആൾക്കാരുണ്ട്, മൃഗസ്നേഹികളുണ്ട്, പലതരം സ്നേഹമുള്ള മനുഷ്യന്മാരുണ്ടാവും. അവര് ഈ പട്ടിക്ക് ഭക്ഷണം കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു തെറ്റാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞങ്ങളത് കൊടുക്കണില്ലേ. ഇപ്പൊ വേറെ വീട്ടുകാരാണ് ഇതിന് എല്ലാ വീട്ടിലും നിരന്തരം ഇന്ന് ഭക്ഷണം കൊടുക്കുന്ന പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളിവിടെ ഭക്ഷണം കൊടുക്കുന്നില്ല. ആരോപണം കേട്ടതിന് ശേഷം ഇവിടെ ഭക്ഷണം ആരും കൊടുക്കുന്നില്ല. ഇപ്പോഴും അത് നന്നായി ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിൽ പെയിന്റിംഗ് മരാമത്ത് പണികൾ നടക്കുന്നതിനാൽ മാർച്ച് 4, 5, 6 തീയതികളിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെ ക്ഷേത്രനട അടച്ചിടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ അഡാപ്റ്റ് സൊസൈറ്റി വനിതാ ദിനത്തിന്റെ ഭാഗമായി സ്വയം സംരംഭകയായ ഇളവരശി പി ജയകാന്തിനും ഭിന്നശേഷി മേഖലയിലെ സ്വയം സംരംഭകയായ പി അപർണയ്ക്കും ഉപഹാരം നൽകി ആദരിക്കും. മാർച്ച് 11 രാവിലെ 10:30 വെങ്ങിണിശ്ശേരിയിലെ സൗജന്യ സേവന പരിശീലന കേന്ദ്രത്തിൽ നടക്കുന്ന ചടങ്ങ് ജില്ലാ സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് ഉദ്ഘാടനം ചെയ്യും. ചേർപ്പ് പഞ്ചായത്തിന്റെ കീഴിലുള്ള ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലേക്ക് മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കറെ ആവശ്യമുണ്ട്. ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് യോഗ്യതയുള്ളവരെ കരാർ വ്യവസ്ഥയിൽ താൽക്കാലികമായാണ് നിയമിക്കുക. മാർച്ച് 7 രാവിലെ 11 ചേർപ്പ് പഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖം നടക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5875 രൂപ, പവന് 47,000 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ആറാട്ടുപുഴ പൂരത്തിന്റെ ആവേശം ഉയരാൻ ആറാട്ടുപുഴയിൽ തേവർ പന്തലുകളുടെ നിർമ്മാണം തുടങ്ങി. പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർക്ക് നിലകൊള്ളാൻ കൈതവളപ്പിന് സമീപവും തേവരെ സ്വീകരിക്കാൻ ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപ്പുരയ്ക്ക് സമീപവുമാണ് പന്തലുകൾ ഒരുക്കുന്നത്. ടി.എൻ. പ്രതാപൻ MP നയിക്കുന്ന സ്നേഹ സന്ദേശയാത്ര ചേർപ്പ് ബ്ലോക്കിൽ പര്യടനം നടത്തി. KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം AP അനിൽകുമാർ ജാഥ നായകന് ദേശീയ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. നാരായണാശ്രമ തപോവനത്തിലെ സ്വാമിജി മാ ഗുരുപ്രിയ പൊങ്കാല മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടികയറി. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.